Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല കാണിക്കുന്നത്. ഇവിടെ ഒരു കറുവയുടെ മരമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൊമ്പ് കഴിഞ്ഞ ദിവസം മുറിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതിലുണ്ടായിരുന്ന കറുവാപ്പട്ടയെല്ലാം മുറിച്ചെടുത്ത് ചെത്തിയെടുത്തിട്ട് ഉണക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തപ്പോഴേക്കും അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിരുന്നു. പലർക്കും ഇതറിയില്ല, കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. പലർക്കും ഇതെങ്ങനെയാണ് ഈ കറുവാപ്പട്ട മുറിച്ചെടുക്കേണ്ടതെന്ന് കൃത്യമായി അറിയില്ല. അപ്പോൾ അറിയാൻ വയ്യാത്തവർക്ക് പ്രയോജനപ്പെടട്ടെ എന്നോർത്തിട്ട് ഞാനത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കിതെങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് കറുവായുടെ മരം. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലേക്കുള്ള കൊമ്പ് സൈഡിലൊക്കെ ഉണങ്ങിപ്പോയി. കാരണം താഴെ സൈഡിലായിട്ട് കരിയില കത്തിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ചൂട് എന്തോ കൊണ്ടിട്ട് എന്തോ അതിൻ്റെ സൈഡ് ഇങ്ങനെ ഉണങ്ങി വരുന്നു. അപ്പോൾ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് പ്രയോജനം ഇല്ലാതെ പോവും. അതുകൊണ്ട് ആ ഒരു കൊമ്പ് മാത്രം വെട്ടി മാറ്റി. ബാക്കി കറുവ അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. ഇനി അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഉണങ്ങി തുടങ്ങിയ കൊമ്പിൻ്റെ ബാക്കിയുള്ള വശത്തെല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള കറുവാപ്പട്ട കിട്ടും. അത് കാരണം ആ കൊമ്പ് മാത്രമാണ് നമ്മൾ മുറിച്ച് മാറ്റിയേക്കുന്നത്. അതങ്ങനെ നിന്നിട്ടും കാര്യമില്ല, അത് ഉണങ്ങി വരികയായിരുന്നു. അപ്പോൾ അത് മുറിച്ച് മാറ്റി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തു നിന്നാണ് നമ്മളിപ്പോൾ കറുവാപ്പട്ട എടുക്കാൻ പോകുന്നത്. നമ്മൾ മുറിക്കാത്ത തന്നെ കറുവാ മരത്തിൽ നിന്ന് നമുക്ക് ഇതുപോലെ തന്നെ ലൈവായിട്ടുള്ളതിൽ നിന്നും അതിൻ്റെ തൊലി ചെത്തിയെടുക്കാം. ഇതുപോലെയുള്ള തടിയിൽ നിന്നും ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുത്ത് ഉണക്കി വെക്കാവുന്നതാണ്. കുറേശ്ശെയായിട്ട് എടുത്ത് ചെയ്താൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് മുറിച്ചിട്ട് കൊമ്പിൽ നിന്നാണ് എടുക്കാൻ പോകുന്നത്. ആദ്യം അതിൻ്റെ പുറമേയുള്ള തൊലി ചെത്തിക്കളയണം. ഇതിൻ്റെ കറുവാ മരത്തിൻ്റെ ഇന്നർ ബാർക്കാണ് നമ്മൾ കറുവാപ്പട്ടയായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് പുറമേ ഉള്ള ഒരു ചെറിയ കട്ടിയില്ലാത്ത തൊലി നമ്മൾ ചെത്തിക്കളയുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ പതുക്കെ ചീകിക്കളയുക. അതിനുശേഷം അതിൻ്റെ തൊട്ടുള്ളിലുള്ള തൊലിയാണ്, അല്പം കട്ടിയുള്ള തൊലിയാണ് നമ്മൾ കറുവാപ്പട്ടയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലെ പുറമേ ഉള്ളതെല്ലാം ചെത്തിക്കളയുക. ഇതുപോലെ പരന്ന ഒരു കത്തി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇത് വലിയ പാടുള്ള പണിയൊന്നുമല്ല കേട്ടോ, ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കറുവാപ്പട്ട എന്ന് പറഞ്ഞാൽ മഹാമോശമാണ്. കറുവാപ്പട്ട തന്നെ ഒറിജിനലും ഉണ്ട്, ഫേക്കും ഉണ്ട്. അപ്പോൾ ഒറിജിനൽ എന്ന് പറയുന്നത് സിലോൺ സിനമൺ ആണ്. പിന്നെ സാധാരണ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരുന്നത് കാഷ്യ സിനമൺ ആണ്. അപ്പോൾ സിലോൺ സിനമൺ ആണ് നമ്മുടെ ഇന്ത്യയിലും ശ്രീലങ്കയിലും ഒക്കെയാണ് അത് കൂടുതൽ കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടേക്ക് കിട്ടുന്നത് നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള കറുവാപ്പട്ട തന്നെയാണ്. അപ്പോൾ കഴിവതും നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ അത് സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള കറുവാപ്പട്ട തന്നെ ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ പുറമേയുള്ള തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയുള്ള ഈ കട്ടിയുള്ള തൊലിയാണ് നമ്മൾ പട്ടയായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ സൈഡിൽ നിന്ന് ഇങ്ങനെ കുത്തിപ്പൊക്കി കൊടുത്താൽ അത് വിട്ട് വരും. ആദ്യം ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരല്പം സ്ലോ ആയിരിക്കും, പക്ഷെ കുറച്ചങ്ങ് എടുത്ത് വരുമ്പോഴേക്കും നല്ല എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ പൊളിച്ച് എടുക്കുക. പുറമേയുള്ള തൊലി വെച്ചേക്കേണ്ട കാര്യമില്ല, അതിന് ടേസ്റ്റ് ഇല്ല. പിന്നെ ഈ ഉള്ളിലുള്ള ഈ ഒരു കട്ടിയുള്ള തൊലി, അതായത് ഒറിജിനൽ കറുവാപ്പട്ട, അതെടുത്ത് അതിൻ്റെ അടിയിലേക്ക് കൂടുതൽ എടുക്കരുത്. അതിനൊരു ടേസ്റ്റും ഇല്ല, ചെറിയ കയ്പ്പായിരിക്കും. അപ്പോൾ തടി ഒട്ടും എടുക്കരുത്. തടിയുടെ പുറമേയുള്ള തൊലിയാണ് നമ്മൾ എടുക്കുന്നത്. ഇതുപോലെ ചെറിയ വരയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ഷേപ്പിലുള്ള പീസായിട്ട് നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ പതുക്കെ കിട്ടുന്ന ചെറിയ പീസായിട്ട് എടുത്താൽ മതി. ഒരു ഭംഗിക്ക് വേണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. എങ്ങനെയാണ് എടുക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ എടുക്കുക. ഇതുപോലെ ഓരോ ലെയറായിട്ട് നമുക്ക് അടർത്തി എടുക്കാൻ പറ്റും. എന്ത് മണമെന്നറിയാമോ, ഇത് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് ഇവിടെയൊക്കെ. നമ്മുടെ വാങ്ങുന്ന കറുവാപ്പട്ടയും ഈ ഒറിജിനലായിട്ടുള്ള കറുവാപ്പട്ടയും കൂടെ എടുത്ത് മണത്ത് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ വ്യത്യാസം എന്താണെന്ന്. നല്ല എരിവും ഉണ്ടാവും, നല്ല മണവും ഉണ്ടാവും ഈ കറുവാപ്പട്ടയ്ക്ക്. ഇതുപോലെ നല്ല പാളിയായിട്ട് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഉണക്കിയാണ് ഇത് ഉപയോഗിക്കുന്നത്.
കറുവാപ്പട്ടയ്ക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. പിന്നെ അതുപോലെ ഹാർട്ട് ഡിസീസൊക്കെ കുറയ്ക്കുന്നു. നമ്മുടെ കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ ഇതെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് കറുവാപ്പട്ടയ്ക്ക് സാധിക്കും. അപ്പോൾ ഒറിജിനൽ കറുവാപ്പട്ടയാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക. നമ്മൾ വാങ്ങുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിച്ചാൽ അതിൻ്റെ നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് വാങ്ങുന്ന കറുവാപ്പട്ട കഴിവതും ഉപയോഗിക്കാതിരിക്കുക. ഒറിജിനൽ കിട്ടിയാൽ മാക്സിമം ഉപയോഗിക്കുക. നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുകൊണ്ട്. ഇത് കണ്ടോ, നമ്മൾ ആദ്യം എടുക്കുമ്പം ഒരു അല്പം സ്ലോ ആണെങ്കിലും പിന്നെ അത് വളരെ എളുപ്പമാണ്. പെട്ടെന്ന് ഇങ്ങനെ പൊളിഞ്ഞു വരും. നല്ല രസമാണ് അത് ചെയ്യാനായിട്ട്. ഇതാണ് കറുവയുടെ ഇല. ഇത് നമുക്ക് ഉണക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ബിരിയാണിയിൽ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഇരിക്കും. നമ്മൾ മുഴുവൻ ചെത്തി എടുത്ത് കഴിയുമ്പോഴേക്കും കറുവാപ്പട്ട ഇങ്ങനെ തുറന്നാണ് ഇരിക്കുന്നത്. ഇനി ഇത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ പരന്നിരിക്കുന്നത് ഉണക്കി കഴിയുമ്പോഴേക്കും ചുരുണ്ട് വരും. അപ്പോൾ ഇതുപോലെ വലിയ പീസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. നല്ല എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ വെയിലത്ത് വെച്ച് ഉണങ്ങി വന്നിട്ടുണ്ട്. ഉണങ്ങി വരുന്തോറും നന്നായിട്ട് ചുരുണ്ട് വരും. അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് ഫേക്കായിട്ടുള്ള കറുവാപ്പട്ടയാണ്. ഇതും കൂടെ നോക്കുമ്പോഴറിയാം അതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത്. വാങ്ങുന്ന കറുവാപ്പട്ടയ്ക്ക് ഭയങ്കര കട്ടിയായിരിക്കും. ഇത്രയും റോളായി വരില്ല, ഭയങ്കര കട്ടിയായിരിക്കും. അത് പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ വീട്ടിൽ ഇതുപോലെ നല്ല ഒറിജിനൽ കറുവാപ്പട്ടയാണെന്നുണ്ടെങ്കിൽ കനം കുറവായിരിക്കും, നമുക്ക് പെട്ടെന്ന് പൊടിച്ചെടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ കറുവാപ്പട്ടയുടെ പൊടി ലൈറ്റ് ബ്രൗൺ കളറായിരിക്കും. പക്ഷേ വാങ്ങുന്ന ഫേക്കായിട്ടുള്ള കറുവാപ്പട്ടയുടെ പൊടി കുറച്ചുകൂടെ ഡാർക്ക് കളറായിരിക്കും. അത് പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് രണ്ടും കൂടെ വെച്ച് നോക്കുമ്പോഴാണ് അറിയാവുന്നത്. അതുപോലെ തന്നെ സ്മെല്ലിൻ്റെ കാര്യത്തിലും നല്ല വ്യത്യാസമുണ്ട്. ഒറിജിനലാകുമ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല സ്മെല്ലായിരിക്കും. പിന്നെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന കറുവാപ്പട്ടയ്ക്ക് വിലക്കുറവായിരിക്കും. ചീപ്പായിട്ടുള്ള റേറ്റിന് നമുക്ക് കിട്ടും. പക്ഷെ ഒറിജിനൽ കറുവാപ്പട്ടയ്ക്ക് നല്ല വില കൊടുക്കേണ്ടി വരും. ഇത് നന്നായി ഉണക്കി സൂക്ഷിക്കുക. ഉണങ്ങിക്കഴിയുമ്പോഴേക്കും അത് ഒടിച്ചാൽ പെട്ടെന്ന് ഒടിഞ്ഞു വരും. അപ്പോൾ അങ്ങനെ നന്നായിട്ട് പെട്ടെന്ന് ഒടിഞ്ഞു വരുന്നവരെ ഉണക്കി എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ അത് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കഴിവതും വാങ്ങുന്ന കറുവാപ്പട്ട ഉപയോഗിക്കാതിരിക്കുക. അത് കഴിച്ചാൽ തലവേദന, ലിവറിന് കംപ്ലൈൻ്റ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒറിജിനലായിട്ടുള്ള കറുവാപ്പട്ട കിട്ടിയാൽ മാക്സിമം ഉപയോഗിക്കുക. അപ്പോൾ ഇത് നല്ല ഉണങ്ങി നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എത്ര നാൾ വേണേലും കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസ് കൂടുതൽ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ പ്രയോജനപ്പെടട്ടെ. പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്